ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമാവും വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് 108 ധനശ്ലോകങ്ങളിൽ വരുന്ന ശ്ലോകങ്ങളാണ്. അതിൽ ഇന്ന് 3-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്ലോകം വായിക്കാം. അധ്യായം 3 ശ്ലോകം 9. യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗസമാചര. യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗസമാചര. പദാനുപദ അർത്ഥം. യജ്ഞാർത്ഥാത് യജ്ഞത്തിനായിക്കൊണ്ട്, കർമ്മണ കർമ്മത്തിൽ നിന്ന്, അന്യത്ര വേറെയുള്ള, അയം ലോകഃ ഈ ലോകം, കർമ്മബന്ധനഃ കർമ്മബന്ധിതമാകുന്നു, കൗന്ദേയ ഹേ കൗന്ദേയ മുക്തസംഗ സംഘം ത്യജിച്ച്, തദർത്ഥം വിഷ്ണുവിനായിക്കൊണ്ട്, കർമ്മം കർമ്മത്തെ, സമാചര അനുഷ്ഠിക്കുക. വിവർത്തനവും ഭാവാർത്ഥവും ശ്രീല പ്രഭുപാദരുടേതാണ്. ജയ ശ്രീല പ്രഭുപാദ്. കർമ്മം വിഷ്ണുവിനായുള്ള യജ്ഞം എന്ന നിലയിൽ അനുഷ്ഠിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് മനുഷ്യനെ ഭൗതിക ലോകത്തോട് കൂടുതൽ ബന്ധിക്കുകയുള്ളൂ. കുന്തിപുത്ര, നിന്റെ നിർദ്ദിഷ്ട കർമ്മങ്ങളെ ഭഗവാന്റെ സംതൃപ്തിക്കായി നിർവഹിക്കൂ. അങ്ങനെ ചെയ്താൽ നിനക്ക് എന്നെന്നും ബന്ധനമുക്തരായിരിക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ശ്ലോകമാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് പ്രീച്ചിങ്ങിന്, അതായത് പ്രചരണത്തിനൊക്കെ വളരെയധികം ആവശ്യം വരുന്ന ഒരു ശ്ലോകമാണിത്. അപ്പോൾ നമ്മളുടെ കർമ്മങ്ങളെ വിഷ്ണുവിനുള്ള യജ്ഞം എന്ന നിലയിൽ അനുഷ്ഠിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് എപ്രകാരമാണ് എന്ന് വിശദമായിട്ട് ശ്രീല പ്രഭുപാദര് ഭാവാർത്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ 3-ാമത്തെ അധ്യായത്തെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, 3-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ ശ്ലോകമാണ് നമ്മൾ ഈ ഒരു 108 ശ്ലോകങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 3-ാമത്തെ അധ്യായത്തിൻ്റെ പേര്, ഇതിനു മുൻപ് 8 ശ്ലോകങ്ങളോളം ഭഗവാൻ ഇവിടെ ശ്രീല പ്രഭുപാദര് ഭാവാർത്ഥം നൽകുകയും ഭഗവാൻ ശ്ലോകങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് 3-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ടാണ് ഞാനൊരു ആമുഖം എന്ന നിലയിൽ 3-ാമത്തെ അധ്യായത്തെക്കുറിച്ചിട്ട് ചെറുതായിട്ട് പറയുന്നത്. 3-ാമത്തെ അധ്യായത്തിൻ്റെ പേര് കർമ്മയോഗം എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ശ്ലോകത്തിൽ കർമ്മയോഗത്തെ പറ്റിയിട്ട് ഭഗവാൻ വിശദീകരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് 2-ാമത്തെ അധ്യായത്തിൽ അർജുനനോട് ഭഗവാൻ ഒരു ശ്ലോകം പറയുന്നുണ്ട്. അപ്പോൾ ആ ശ്ലോകം കേട്ട് കഴിയുമ്പോൾ അർജുനന് ഉണ്ടാവുന്ന സംശയത്തിൽ നിന്നാണ് ഈ 3-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. ആ ശ്ലോകം ഇതായിരുന്നു: ദൂരേണ ഹെവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ. അപ്പോൾ അവിടെ ഭഗവാൻ പറയുന്നത് എന്താണ്? അല്ലയോ അർജുന, ജുഗുപ്സാഭുകമായ കർമ്മങ്ങളെ ബുദ്ധിയോഗത്താൽ അകറ്റി നിർത്തുക എന്നാണ് അവിടെ ഭഗവാൻ പറയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അർജുനന് സ്വാഭാവികമായിട്ടും സംശയം തോന്നുകയാണ്, അല്ലേ? ജുഗുപ്സാവകമായ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്?
നാം ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, അതാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അർജുനൻ വിചാരിക്കുകയാണ്, അല്ലേ, പിന്നെ ഈ ഘോരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള യുദ്ധം ചെയ്യുവാൻ എന്തിനാണ് ഭഗവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്, എന്തിനാണ് എന്നോട് അതിനെ ആവശ്യപ്പെടുന്നത് എന്ന് അർജുനൻ ചിന്തിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുനന് ഒരിക്കലും ജുഗുപ്സാവകമായ കർമ്മമല്ല യുദ്ധം, അല്ലേ. കാരണം അർജുനൻ ആരാണ്? ക്ഷത്രിയനാണ്. ക്ഷത്രിയന് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഗതിയാണ് യുദ്ധം, അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങളുടെ ഒരു സംരക്ഷണം. ഇതൊക്കെ ക്ഷത്രിയന്റെ ജോലിയാണ്, കടമയാണ്. ഇപ്പൊ അർജുനൻ ഭഗവാനോട് പറയുന്നുണ്ട്, യുദ്ധം ഉപേക്ഷിച്ച് യുദ്ധരംഗത്ത് നിന്ന് പലായനം ചെയ്തിട്ട് ഞാൻ കാട്ടിൽ പോയിട്ട് തപസ്സനുഷ്ഠിക്കാം, ഭിക്ഷ യാചിക്കാം എന്നൊക്കെ അർജുനൻ പറയുന്നുണ്ട്, അല്ലേ. പക്ഷെ ഒരു ക്ഷത്രിയൻ എന്ന നിലയിൽ അർജുനൻ ഒരിക്കലും കാട്ടിൽ പോയിട്ട് തപസ്സിരിക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? ആചാര്യന്മാർ പറയുന്നത്, ഇപ്പൊ അർജുനൻ കാട്ടിൽ പോയിട്ട് തപസ്സിരിക്കുകയാണെങ്കിൽ തപസ്സനുഷ്ഠിക്കുന്നതിനിടയിൽ കാടിന്റെ മറ്റു പല ഭാഗത്തും മറ്റു ഋഷിമാരൊക്കെ തപസ്സനുഷ്ഠിക്കുന്നുണ്ടാവും, അല്ലേ. അപ്പൊ അവരെ ആക്രമിക്കാനായിട്ട് വന്യമൃഗങ്ങൾ വരികയോ, അല്ലെങ്കിൽ അർജുനനെ തന്നെ ആക്രമിക്കാനായിട്ട് വന്യമൃഗങ്ങൾ വരികയോ, ഈ ഋഷിമാര് അർജുനനോട് സഹായം ചോദിച്ചു വരികയോ ഒക്കെ ചെയ്താൽ അർജുനന് വീണ്ടും തന്റെ അമ്പും വില്ലും എല്ലാം എടുക്കേണ്ടി വരും, അല്ലെ. ആയുധങ്ങൾ എടുക്കേണ്ടി വരും. അർജുനന് ഒരിക്കലും ക്ഷത്രിയൻ എന്ന ആ ഒരു നിലയിൽ നിന്ന് ഒരു ഒളിച്ചോട്ടം സാധ്യമല്ല. അപ്പോൾ ഭിക്ഷാടനം എടുക്കാൻ പോയാലും അർജുനനെ കൊണ്ട് അതൊന്നും സാധിക്കില്ല എന്ന് ഭഗവാന് നല്ല ബോധ്യമുണ്ട്. മാത്രവുമല്ല, യുദ്ധരംഗത്ത് നിന്ന് പലായനം ചെയ്യുന്ന ഒരാള് ഭീരുവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്, അല്ലെ. അതേസമയം മറിച്ച് അയാൾ യുദ്ധരംഗത്ത് വീണ് മരിക്കുകയാണെങ്കിലോ അയാൾക്ക് സ്വർഗപദ പ്രാപ്തി ലഭ്യമാണ്. അപ്പോൾ തൻ്റെ സുഹൃത്തും ഭക്തനും തൻ്റെ സഖാവും ഒക്കെ ആയിട്ടുള്ള അർജുനൻ ഈ ചീത്തപ്പേരുകളൊന്നും സമ്പാദിക്കരുതെന്ന് ഭഗവാന് വളരെയധികം ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ഇത്തരത്തിലൊക്കെ അർജുനനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ദൂരേണ ഹെവരം കർമ്മ എന്ന് പറയുന്ന ശ്ലോകം കേൾക്കുമ്പോൾ അർജുനൻ വിചാരിക്കുകയാണ്, അല്ലേ, ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ടാൽ പോരെ, പിന്നെ എന്തിനാണ് ഈ യുദ്ധത്തിനൊക്കെ പോകുന്നത് എന്ന് അർജുനൻ സ്വാഭാവികമായിട്ടും ചിന്തിക്കുകയാണ്. ഇപ്പോൾ മാത്രമല്ല, ഭഗവാൻ ഇങ്ങനെ ബുദ്ധിയോഗ എന്ന വാക്ക് പലതവണ 2-ാമത്തെ അധ്യായത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അർജുനൻ വിചാരിക്കുന്ന എന്താണ്? ജ്ഞാനസമ്പാദന മാർഗത്തിൽ കൂടി പോയിട്ട്, അല്ലേ, ആ ജ്ഞാനസമ്പാദന മാർഗമാണ് നല്ലത്. അപ്പോൾ ആ മാർഗത്തിൽ പോയാൽ പോരെ, എന്തിനാണ് ഈ യുദ്ധമൊക്കെ ചെയ്യുന്നത് എന്ന് അർജുനൻ ഒരു ആശയക്കുഴപ്പത്തിൽ ചെന്നപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ ആ ആശയക്കുഴപ്പത്തിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടിയിട്ടാണ് അർജുനൻ 3-ാമത്തെ അധ്യായത്തിന്റെ തുടക്കത്തിൽ ഭഗവാനോട് എന്ത് ചോദിക്കും? ജായസി ചേത കർമ്മണസ്ഥ മതാ ബുദ്ധിർ ജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. അർജുനൻ പറയാണ്, ജായസി ചേത കർമ്മണസ്ഥ മതാ ബുദ്ധിർ ജനാർദ്ദന, കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി എങ്കിൽ എന്നെ എന്തിനാണ് ഈ ഘോരമായിട്ടുള്ള യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അർജുനൻ ഭഗവാനോട്. അടുത്ത ശ്ലോകത്തിൽ ചോദിക്കുന്നു, വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവമേ, അല്ലെ. വ്യാമിശ്രേവേണ വാക്യേന എന്ന് വെച്ചാൽ എന്താണ്? ദ്വയാർത്ഥ പ്രയോഗങ്ങളല്ല എൻ്റെ ബുദ്ധിയെ അമ്പരപ്പിക്കാതെ എനിക്ക് ശ്രേയസ്കരമായത് എന്തെന്ന് പറഞ്ഞു തരൂ എന്നാണ് ഭഗവാനോട് അർജുനൻ ചോദിക്കുന്നത്. അപ്പോൾ ആ അർജുനന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് ഭഗവാൻ 3-ാമത്തെ ശ്ലോകം മുതൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ 9-ാമത്തെ ശ്ലോകം വരെ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതില് ഭഗവാൻ കർമ്മയോഗത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമ്മുടെ കർമ്മത്തെ നമുക്ക് ശുദ്ധീകരിക്കാം, അപ്പോൾ ആ കർമ്മം ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്ത് കടക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഭഗവാൻ ഇവിടെ ഈ 3 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. അപ്പോൾ ആസക്തി കൂടാതെ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളാണ് അത്യുത്തമൻ എന്ന് ഭഗവാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അതുപോലെ നമുക്ക് വിധിക്കപ്പെട്ട കർമ്മത്തിൽ നിന്ന് നമുക്കൊരിക്കലും ഒളിച്ചോടാനും സാധിക്കില്ല. നൈഷ്കർമ്മ്യം എന്നത് നമുക്കൊരിക്കലും സാധിക്കില്ല എന്ന് പറയുകയാണ്. കാരണം നമ്മുടെ ആത്മാവിനൊരിക്കലും അടങ്ങിയിരിക്കാൻ, പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതെ ഇരിക്കാനായിട്ട് സാധ്യമല്ല. ആത്മാവിൻ്റെ ഒരു സ്വഭാവം തന്നെ ഇങ്ങനെ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക, എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നതാണ്. അപ്പോൾ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള കർമ്മം ചെയ്യാതെ നമുക്ക് ഒരിക്കലും നിഷ്കർമ്മത്തിൽ ഇരിക്കാൻ സാധിക്കില്ല എന്ന് ഭഗവാൻ പറയാണ്. നാം തീർച്ചയായിട്ടും കർമ്മം അനുഷ്ഠിച്ചേ മതിയാകൂ.
അപ്പോൾ ആ കർമ്മം എങ്ങനെ അനുഷ്ഠിക്കണം എന്നതാണ് ഭഗവാൻ ഈ 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. എങ്ങനെ അനുഷ്ഠിക്കണം? യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര. നീ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം എന്താണ്? വിഷ്ണുവിനായുള്ള യജ്ഞമായിട്ട് അനുഷ്ഠിക്കുക. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഈ ബന്ധനങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാം എന്ന് പറയാണ്. നിന്റെ നിർദ്ദിഷ്ട കർമ്മങ്ങളെ ഭഗവാന്റെ സംതൃപ്തിക്കായിട്ട് നിർവഹിക്കൂ. അപ്പോൾ നിനക്ക് കർമ്മബന്ധനത്തിൽ നിന്ന് മുക്തനാകാമെന്ന് ഭഗവാൻ പറയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കർമ്മങ്ങളെ ഭഗവാന്റെ ഇച്ഛയ്ക്കൊത്ത് അല്ലെങ്കിൽ ഭഗവാന്റെ സംതൃപ്തിക്കൊത്തുള്ള കർമ്മങ്ങളാക്കി മാറ്റേണ്ടത് എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ വിശദമാക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ 3 വരെയുള്ള 9 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ നിഷ്കാമ കർമ്മയോഗത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നിഷ്കാമ കർമ്മയോഗ എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജ്ഞാനയോഗത്തേക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠമാണ് നിഷ്കാമ കർമ്മയോഗ എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അർജുനന്റെ സംശയങ്ങളൊക്കെ കേൾക്കുമ്പോൾ അല്ലെ, അർജുനൻ ചോദിക്കുന്ന ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ സംശയം തോന്നാം അല്ലെ, അർജുനൻ ഒട്ടും ബുദ്ധിയില്ലാത്ത ആളാണോ, അർജുനന്റെ ബുദ്ധി ശരിയായിട്ട് രീതിയിൽ പ്രവർത്തിക്കുന്നില്ലേ എന്നൊക്കെ നമുക്ക് സംശയം തോന്നാം. അത്തരത്തിൽ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം അർജുനൻ വളരെ ഗഹനമായിട്ടുള്ള അവബോധത്തിൽ സ്ഥിതി ചെയ്യുന്ന ആളാണ്. അത്യധികം വളരെ എന്താ പറയുക, ഗാഢമായിട്ടുള്ള ഒരു ശ്രവണമാണ് അർജുനൻ അവിടെ നടത്തുന്നത്. എന്തുകൊണ്ടും അർജുനന്റെ ശ്രവണം ഉത്തുംഗ ശ്രവണമായിട്ടാണ് ആചാര്യന്മാർ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രമാത്രം ഗാഢമായിട്ടുള്ള അവബോധത്തിൽ ഇരുന്നു കൊണ്ട് ഉത്തുംഗമായിട്ടുള്ള ശ്രവണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അർജുനൻ ഇത്തരത്തില് ഭഗവാനോട് സമയാസമയങ്ങളിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അത് ഭാവിയില് അല്ലേ, ഈ ഭഗവത്ഗീത പഠിച്ചേക്കാൻ ഇടയാവുന്ന നമ്മളെ പോലെയുള്ള ആളുകളെ കൂടി ഉദ്ദേശിച്ചിട്ടാണ് അർജുനൻ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ശരിക്കും അർജുനന്റെ ഈ ചോദ്യങ്ങളിൽ നിന്ന് നമുക്കാണ് യഥാർത്ഥ പ്രയോജനം ലഭിക്കുന്നത്. ഇപ്പോൾ നാം നേരത്തെ പറഞ്ഞു, നമുക്ക് ഒരിക്കലും കർമ്മം ചെയ്യാതിരിക്കാനായിട്ട് ആവില്ല അല്ലേ. ഒരിടത്ത് ഒന്നും ചെയ്യാതെ ഇരിക്കലല്ല നിഷ്കാമ കർമ്മയോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് നിഷ്കാമ കർമ്മയോഗങ്ങൾ? ഇപ്പോൾ നമ്മുടെ കർമ്മങ്ങളെ നാം ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ അതാണ് നിഷ്കാമ കർമ്മയോഗം. നാം ചെയ്യുന്ന കർമ്മത്തിൽ നിന്നും നാം ഒരു ഫലവും പ്രതീക്ഷിക്കാതെ ഇരിക്കുക, ഭഗവാന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ആ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുക. ഇപ്പോൾ ഒരാൾ അശുദ്ധമായിട്ടുള്ള ഒരു മനസ്സോടെ അയാൾക്ക് പറഞ്ഞിട്ടുള്ള കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അത് അയാളുടെ ഹൃദയ ശുദ്ധീകരണത്തിനേക്കുള്ള വഴിയാണ് തുറക്കുന്നത് അല്ലേ. കാരണം അയാൾക്ക് ചിലപ്പോൾ ഈ പ്രവർത്തനങ്ങളൊന്നും തന്നെ ചെയ്യാനായിട്ട് യാതൊരു താല്പര്യവും ഉണ്ടാവില്ല. പക്ഷേ അയാള് മനസ്സില്ലാ മനസ്സോടെ അല്ലെ, താല്പര്യമില്ലാതെ ആ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും അത് അയാളുടെ ഹൃദയ ശുദ്ധീകരണത്തിന് മാത്രമാണ് വഴിവെക്കുക അല്ലേ. ഉദാഹരണത്തിന് എന്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവമുള്ളത്? നാമജപം അല്ലേ. ചിലപ്പോൾ ആദ്യത്തെ മാലയൊക്കെ നമ്മൾ യാതൊരു താല്പര്യമില്ലാതെ മാതാജി പറഞ്ഞതുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ പ്രഭു പറഞ്ഞതുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗുരുമഹാരാജ് പറഞ്ഞതുകൊണ്ട് 16 മാല ജപിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ മാല കയ്യിലെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ മാല നമ്മൾ യാതൊരു താല്പര്യവും ഇല്ലാതെ ഇങ്ങനെ ജപിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അടുത്ത മാല ചെയ്യാനുള്ള ഒരു ത്വര വരും അല്ലേ, ഒരു ആഗ്രഹം വരും. അപ്പോൾ നാം അശുദ്ധമായിട്ടുള്ള മനസ്സോടെയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിലും അത് ഹൃദയ ശുദ്ധീകരണത്തിന് വഴിവെക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രഭുപാദ പറയാണ്, നാം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളെല്ലാം വിഷ്ണുവിനായിട്ടുള്ള കർമ്മങ്ങളായിട്ട് മാറ്റുക. യജ്ഞാർത്ഥാൽ കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കർമ്മബന്ധങ്ങളിൽ നിന്ന് വിടുതൽ നേടാൻ സാധിക്കൂ എന്ന് പറയാണ്. അപ്പോൾ എങ്ങനെ എത്തരം കർമ്മങ്ങളാണ് നമുക്ക് ബന്ധന ഹേതുവായിട്ട് മാറുന്നത്, ബന്ധനത്തിനുള്ള കാരണമായിട്ട് മാറുന്നത്? നാം നമ്മുടെ കർമ്മങ്ങളെ നമ്മളുടെ താല്പര്യാർത്ഥം അല്ലെ, നമുക്ക് വേണ്ടിയിട്ട് അനുഷ്ഠിക്കുമ്പോഴാണ് നാം ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്ക് ബന്ധനത്തിനായിട്ടുള്ള വഴി തുറക്കുന്നത്. അപ്പോൾ അതിന് പകരം നാം നമ്മുടെ കർമ്മങ്ങളെ
എന്ത് ചെയ്യണം? വിഷ്ണുവിനായിട്ടുള്ള യജ്ഞം എന്ന രീതിയിലേക്ക് മാറ്റണം. തദർത്ഥം കർമ്മ കൗന്ദേയ മുക്ത സംഘ സമാചാര, അല്ലെ? അതാണ് മുക്തിക്കുള്ള ഏക മാർഗം, അല്ലെങ്കിൽ അതാണ് നമുക്ക് മുക്തി നൽകുന്നത് എന്ന് പറയാണ്. അപ്പോൾ വിഷ്ണുവിന്റെ സംതൃപ്തിക്കായിട്ട് നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അങ്ങനെ നമുക്ക് ബന്ധനത്തിൽ നിന്ന് ശാശ്വത മുക്തി നേടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു ശ്ലോകത്തില് മുക്തസംഘ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് കർമ്മഫലങ്ങളിൽ നിന്നുള്ള മോചനം എന്ന അർത്ഥത്തിലാണ്. അല്ലാതെ നമ്മൾക്ക് മുക്തി ലഭിക്കുക എന്നൊരു അർത്ഥത്തിലല്ല ഇവിടെ മുക്തസംഘ എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ നാം മുക്തി, മുക്ത എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആദ്യം തന്നെ വിചാരിക്കുന്ന എന്താണ്? മരണശേഷം, അല്ലേ? സ്വർഗത്തിൽ പോവുക, സ്വർഗീയ സുഖങ്ങൾ അനുഭവിക്കുക, മുക്തി ലഭിക്കുക, മരണശേഷം ഉള്ള മുക്തി, ഇതൊക്കെയാണ് നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ വരുന്ന കുറേ കാര്യങ്ങൾ. പക്ഷേ മുക്തി എന്ന പദത്തിന് മോക്ഷം ലഭിക്കുന്ന തന്നെയാണ് അർത്ഥം. പക്ഷെ ഇവിടെ മുക്തസംഘ സമാചാര എന്ന് പറയുന്നത്, മുക്തസംഘ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ കർമ്മങ്ങളിൽ നിന്നുള്ള ഫലത്തിൽ നിന്ന് നമ്മൾ മോചനം നേടുക എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ നിത്യമായുള്ള കർമ്മങ്ങൾ നാം യജ്ഞമാക്കി മാറ്റുന്നത്? ഇപ്പോൾ അതുപോലെ അല്ലെ, മുക്തി എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വരുന്ന കാര്യത്തെക്കുറിച്ച് നാം പറഞ്ഞു. അതുപോലെ യജ്ഞം എന്ന് കേൾക്കുമ്പോഴും നമുക്ക് ഉടനെ ഓർമ്മ വരുന്നത് ഒരു ഹോമകുണ്ഡവും കുറേ മന്ത്രങ്ങളും കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഹോമത്തിൽ യജ്ഞകുണ്ഡത്തിൽ അർപ്പിക്കുന്നതും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ കടമകളെ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ ഭഗവാന് വേണ്ടിയിട്ട് അനുഷ്ഠിക്കുക, അതിനെയാണ് ഇവിടെ യജ്ഞം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലത്തെക്കുറിച്ചിട്ട് ആശങ്കയില്ലാതിരിക്കുക, അതേക്കുറിച്ചിട്ട് ആഗ്രഹം പുലർത്താതിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നാം ആ കർമ്മം അനുഷ്ഠിക്കുമ്പോഴാണ് നമുക്കത് യജ്ഞമാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളെയാണ് നിഷ്കാമ കർമ്മ യോഗ എന്ന് വിളിക്കുന്നത്. അപ്പോൾ യജ്ഞത്തെ, അല്ലേ, നാം ചെയ്യുന്ന പ്രവൃത്തികളെ നമുക്ക് എങ്ങനെ യജ്ഞമാക്കി മാറ്റാൻ സാധിക്കും എന്ന് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് ചിലപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നമ്മൾക്ക് ഈ ഒരു ടേം മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അതായത് നമ്മുടെ സ്വന്തം താല്പര്യങ്ങളെ ഭഗവാന്റെ താല്പര്യത്തിന് വേണ്ടി ത്യാഗം ചെയ്യുക, അതും യജ്ഞമാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സ്ത്രീ അമ്മയാകുമ്പോൾ, അല്ലേ, അതുവരെ ഉണ്ടായിരുന്ന ആ ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു മാറ്റമാണ് ആ സ്ത്രീക്ക് സംഭവിക്കുന്നത്, അല്ലേ? അവൾ അമ്മയായിട്ട് മാറുകയാണ്. അമ്മയായിട്ട് മാറുമ്പോൾ തൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാനായിട്ട് തയ്യാറാകുന്ന ഒരു നിലയിലേക്ക് അമ്മ വളരുകയാണ് ചെയ്യുന്നത്, അല്ലേ? ആ സ്ത്രീ വളരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ കുട്ടിയുടെ സുഖത്തിന് വേണ്ടി, കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ ജീവിതം ചിലപ്പോൾ നമ്മൾ കീഴ്മേൽ മറിക്കും. നമുക്ക്, അല്ലേ, നമ്മുടെ താല്പര്യങ്ങളെല്ലാം നാം ആ കുട്ടിക്ക് വേണ്ടി ത്യജിക്കും. ഉറങ്ങാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഉറങ്ങാനേ സാധിക്കില്ല, അല്ലേ? ഒരു സിനിമ കാണാനോ പാട്ട് കേൾക്കാനോ കുറച്ചു നേരം വെറുതെ ഇരിക്കാനോ പോലും നമുക്ക് സാധിക്കില്ല ഒരു കുട്ടി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതം അപ്പാടെ മാറി മറിയുന്ന ഒരു സംഗതിയാണ് ഒരു അമ്മയാവുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തിലൂടെ വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, എൻ്റെ മോള് ഉണ്ടായി കഴിഞ്ഞിട്ട് 6 മാസം വരെ ഉറങ്ങിയിട്ടേ ഇല്ല. അവൾ രാത്രി ഒരു 10 മണിയാകുമ്പോൾ തൊട്ട് കരയാൻ തുടങ്ങും. രാവിലെ വെളുപ്പിന് 5 മണി വരെ ഇങ്ങനെ നിർത്താതെ കരച്ചിലാണ്. അപ്പോൾ അത് ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുക. വയറുവേദനിച്ചിട്ടാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ വയറുവേദനയുടെ കാരണമൊന്നും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. നിത്യവും കരച്ചിലാണ്. 6 മാസം വരെ കണ്ടിന്യൂസ് നിർത്താതെയുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പകലും നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തേക്കൊരു അവസ്ഥയിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് അമ്മയായപ്പോൾ സംഭവിച്ചത്. അപ്പോൾ ഇതും എല്ലാവരുടെയും ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ത്യാഗങ്ങളെല്ലാം ചെയ്യുമ്പോൾ, അല്ലേ, നമ്മൾ ചിലപ്പോൾ ദിവസങ്ങളോളം ഉറങ്ങാതിരിക്കുന്നുണ്ടാവും, മാസങ്ങളോളം ഉറങ്ങാതിരിക്കുന്നുണ്ടാവും, ഭക്ഷണം ശരിയായ രീതിയിൽ കഴിക്കുന്നുണ്ടാവില്ല, സമയത്ത് കുളിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ പല പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ മാറി മറിഞ്ഞ് സംഭവിച്ചുകൊണ്ടിരിക്കും, അല്ലേ? പക്ഷേ എന്ത് തന്നെ ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നാലും അതിന് നമുക്ക് യാതൊരു പരാതി ഉണ്ടാവില്ല. നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ആ ത്യാഗങ്ങളൊക്കെ അനുഭവിക്കുന്നത്. ആ മാറ്റങ്ങളൊക്കെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നാം ഉൾക്കൊള്ളുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം നാം ഒരു
ഒരു നിർവചിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം നമ്മൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ. അതൊക്കെ ആ കുട്ടിക്ക് വേണ്ടി നമ്മൾ അതെല്ലാം ചെയ്യുന്നത് വളർന്നു വലുതാവുമ്പോൾ ഇവൻ അല്ലെങ്കിൽ ഇവൾ എനിക്ക് വേണ്ടിയിട്ട് അല്ലേ എല്ലാം ചെയ്തു തരും, അല്ലെങ്കിൽ എന്നെ പൊന്നുപോലെ നോക്കും എന്നൊക്കെ ഉദ്ദേശിച്ചിട്ട് ആ ആഗ്രഹങ്ങൾ മുൻനിർത്തിയിട്ടാണോ നമ്മൾ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നത്? ഒരിക്കലും അല്ല. നമ്മൾ അത്തരം ഒരു ആഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലുമില്ല കുട്ടിക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ആ കുഞ്ഞിൻ്റെ സന്തോഷത്തിനും അതിനുപരി നമ്മളുടെ സന്തോഷത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ആ ത്യാഗങ്ങളൊക്കെ സഹിക്കുന്നത്, അതിനു വേണ്ടിയിട്ട് എന്തു കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ നമുക്കുള്ള അസൗകര്യങ്ങളും നമ്മളുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ നാം മാറ്റിവെച്ച് നാം ഭഗവാന്റെ സേവനത്തിലേക്ക് വേണ്ടിയിട്ട് കുറേ സമയം ചിലവഴിക്കുക, നമ്മുടെ കർമ്മങ്ങളെ ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക, മാറ്റുക നമ്മൾ. അതാണ് നിഷ്കാമ കർമ്മയോഗം അല്ലെങ്കിൽ യജ്ഞം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എങ്ങനെയൊക്കെ നമുക്ക് അത് ചെയ്യാം, യജ്ഞം എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയാണ്. ഇപ്പം നമുക്ക് ജോലി ഉണ്ടെങ്കിൽ ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം നമുക്ക് ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ട് നൽകാൻ സാധിക്കും. നമ്മുടെ വീട്ടിൽ നമുക്ക് സത്സംഗങ്ങൾ സംഘടിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ വാഹനം നമുക്ക് ഭഗവത് സേവനത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. 16 മാല നിത്യവും ജപിക്കാൻ നമുക്ക് സാധിക്കണം. അതും ഒരു യജ്ഞത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഭഗവാന് വേണ്ടിയിട്ട് നാം ഈ യജ്ഞം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ കർമ്മം ഞാൻ ഭഗവാന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന ബോധ്യത്തോടു കൂടിയിട്ട് ജ്ഞാനത്തോടും ആസക്തി ഇല്ലാതെയും ചെയ്യുന്നതിനെയാണ് നിഷ്കാമ കർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ നിഷ്കാമ കർമ്മയോഗ ഒരാളുടെ ആത്മാവിനെ എപ്പോഴും പ്രവർത്തന നിരതമായി ഇരിക്കാൻ സഹായിക്കുകയും അതേസമയം ആസക്തി ഇല്ലാതെ ഇരിക്കാനും സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഭൗതിക ബന്ധനത്തിൽ നിന്ന് അയാൾ എപ്പോഴും സ്വതന്ത്രനായിരിക്കും ഒരു നിഷ്കാമ കർമ്മയോഗി. അപ്പോൾ നമുക്കുള്ള ജ്ഞാനത്തെ നാം വളർത്തി വിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ കൃഷ്ണന്റെ ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരണം. എങ്ങനെയാണ് കൊണ്ടുവരാൻ സാധിക്കുക? നമ്മുടെ ജ്ഞാനത്തെ വിഷ്ണുവിൻ്റെ ജ്ഞാനം അല്ലെങ്കിൽ കൃഷ്ണന്റെ ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് ആദ്യമായിട്ട് നാം ഈ ശരീരമല്ല ആത്മാവാണ് എന്ന ജ്ഞാനത്തിലേക്ക് നാം വരിക. പിന്നെ ആ ജ്ഞാനത്തെ നാം വിജ്ഞാനമാക്കി മാറ്റുക. എങ്ങനെയാണ് ജ്ഞാനത്തെ വിജ്ഞാനമാക്കി മാറ്റുന്നത്? ഇപ്പോൾ നാം ശരീരമല്ല ആത്മാവാണ് എന്ന് നാം മനസ്സിലാക്കി. അപ്പോൾ ആ ആത്മാവ് സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാന്റെ അംശമാണ്, ശാശ്വതനാണ്. നമ്മുടെ ശരീരം ഭൗതികവും ആത്മാവ് ആത്മീയവും. ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഭഗവത് ധാമത്തിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യത കൈവരിച്ചാൽ നമുക്ക് ഭഗവത് ധാമത്തിലേക്ക് പ്രവേശിക്കാം. നാം ഭഗവാന്റെ ശാശ്വതരായിട്ടുള്ള സേവകരാണ്. ഇതൊക്കെയാണ് വിജ്ഞാനം. അപ്പോൾ ഈ വിജ്ഞാനം, നമ്മുടെ ജ്ഞാനത്തെ നാം വിജ്ഞാനമാക്കി ഉയർത്തിയാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് ഭഗവാന്റെ സേവനത്തിലേക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ജ്ഞാനം വിജ്ഞാനമായിട്ട് മാറുമ്പോഴാണ്. അതും ഭക്തിയോട് കൂടിയിട്ട് നമുക്ക് ഈ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാനും സാധിക്കും. അപ്പോൾ നിഷ്കാമ കർമ്മയോഗത്തിൻ്റെ അല്ലെങ്കിൽ നിഷ്കാമ കർമ്മയുടെ ഉദ്ദേശം എന്ന് തന്നെ പറയുന്നത് നമ്മളെ പടിപടിയായിട്ട് ഭക്തിയിലേക്ക് നയിക്കുക എന്നതാണ്. അപ്പോൾ നമ്മളെ ഈ ലോകത്ത് ബന്ധിച്ചിരിക്കുന്നത് കർമ്മങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അതേ കർമ്മങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മുക്തി നേടാനും സാധിക്കും. അപ്പോൾ അതാണ് യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വിധിക്കപ്പെട്ട കർമ്മം ചെയ്യാതിരിക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല അല്ലേ. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, അതിൽ നിന്ന് ഒളിച്ചോടുന്നവൻ ഭീരുവാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും കർമ്മം ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ കർമ്മങ്ങൾ തന്നെ നമുക്ക് ഭഗവാന്റെ സേവനത്തിനായിട്ട് വിനിയോഗിക്കാൻ സാധിക്കും. അപ്പൊ അതിനെയാണ് യജ്ഞം എന്ന് വിളിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് അടുത്തൊരു സംശയം തോന്നുന്നത് അല്ലെ, നമ്മൾ എന്തിനാണ് എന്നും യജ്ഞം വിഷ്ണുവിനായിട്ട് അർപ്പിക്കുന്നത്, വിഷ്ണു എന്താണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ നമുക്ക് തോന്നാം അല്ലേ. അപ്പോൾ അതിന് ഒരു ഉത്തരേ ഉള്ളൂ, നമുക്ക് വേണ്ടി എന്താണ് ഭഗവാൻ ചെയ്ത് തരാത്തത്? അതിന് ഉത്തരം കിട്ടിയാൽ എല്ലാത്തിനും ഉത്തരമായി അല്ലേ. നമുക്ക് ഒന്നും തന്നെ ഭഗവാന്റെ കാരുണ്യമല്ലാതെ ഒന്നും തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കില്ല അല്ലേ. ഈ നമ്മളും എല്ലാം ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഭൗതിക ലോകത്ത് നാം വന്നു പെട്ടുപോയെങ്കിലും ഇല്ലേ, അവിടെ ഭഗവത് സേവനം ചെയ്യാനായിട്ടുള്ള
ഒരു അനുമതി നമുക്ക് കിട്ടിയിരിക്കുന്നത് അതും ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. ഇപ്പോൾ നാം ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന ജലം, നിലനിൽക്കുന്ന ഭൂമി, കാറ്റ്, അല്ലേ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാതും നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. കഴിക്കുന്ന ആഹാരം എന്ന് വേണ്ട എല്ലാം തന്നെ നമുക്ക് തരുന്നത് ഭഗവാനാണ്, അല്ലേ. അപ്പോൾ നാം കഴിക്കുന്ന ആഹാരം കൃത്യസമയത്ത് ദഹിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതും ഭഗവാനാണ്. അഹം വൈശ്വാനരോ ഭൂത്വ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്, അല്ലേ. ഞാൻ നിങ്ങളുടെ ഉള്ളിലത്തെ ജഡരാഗ്നിയായിട്ട് വർത്തിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ ഒരു കാരുണ്യത്തിലാണ് നാം പൂർണ്ണമായിട്ടും നിലനിൽക്കുന്നത്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞാൽ തന്നെ നമുക്ക് എന്തിനാണ് നാം ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ആ ചോദ്യത്തിനെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് എന്ന് പറയുന്നുണ്ട്, അല്ലേ. അപ്പോൾ ഈ ലോകത്തിലുള്ള സകലതും സൃഷ്ടിച്ചതും നിലനിർത്തുന്നതും ഭഗവാനാണ്. എല്ലാം ഭഗവാന്റെ സേവനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടാണ് നാം ഉപയോഗിക്കേണ്ടത്. അത് നമ്മുടെ സന്തോഷത്തിനും സംതൃപ്തിക്കും നമ്മുടെ എന്താ പറയുക ആനന്ദത്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അത് നമുക്ക് കർമ്മഫലങ്ങൾ അല്ലെങ്കിൽ കർമ്മബന്ധനം നേടിത്തരുന്നത്. അപ്പോൾ മറിച്ച് നാം എല്ലാം ഭഗവാന്റെ സേവനത്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതിനെയാണ് ഇവിടെ എല്ലാം ഭഗവാന്റെ സേവനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് നാം ഉപയോഗിക്കണം. അതിനെയാണ് യജ്ഞോ വൈ വിഷ്ണു എന്ന് ശാസ്ത്രം പറയുന്നത്. അപ്പം നമുക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ഭഗവാന് വേണ്ടി അനുഷ്ഠിച്ചാൽ അത് വിഷ്ണുവിനുള്ള യജ്ഞമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. എങ്ങനെ മാറ്റാൻ സാധിക്കും? കൃഷ്ണാവബോധത്തിൽ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് കഷ്ടപ്പാടുകളൊന്നും ഇല്ലാതെ തന്നെ അത് വിഷ്ണുവിനുള്ള യജ്ഞമായിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ കൃഷ്ണാവബോധത്തിൽ ഏർപ്പെട്ട് അല്ലെ ഒരു ആത്മീയ ആചാര്യൻ്റെ കീഴിൽ ആത്മീയ ആചാര്യൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മുടെ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചാൽ അത് വിഷ്ണുവിനുള്ള യജ്ഞമായിട്ട് മാറും, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഈ പ്രവൃത്തികളൊക്കെ കൊണ്ടിട്ട് നമ്മളാണ് യഥാർത്ഥത്തിൽ ആനന്ദം അനുഭവിക്കുന്നത്, അല്ലേ. അപ്പോൾ കാരണം എന്താണ്? നാം സന്തോഷത്തിൻ്റെ നിറസംഭരണിയായിട്ടുള്ള ഭഗവാനോടാണ് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾ വെച്ചിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അഹൈതുകമായിട്ടുള്ള ഒരു സന്തോഷം, അല്ലേ, ഹേതു ഇല്ലാത്ത കാരണമില്ലാത്തൊരു സന്തോഷം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നാം സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ നാം ഇരിക്കുന്ന ഈ ഗൃഹസ്ഥാശ്രമം അല്ലെ എല്ലാം എന്ത് ആശ്രമത്തിലേക്ക് നാം പോയാലും ആ വർണ്ണാശ്രമ വ്യവസ്ഥയുടെ ഉദ്ദേശം തന്നെ വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്തലാണ്. ഇവിടെ പ്രഭുപാദ പറയുന്നുണ്ട്, വർണ്ണാശ്രമ ആചാരവത പുരുഷേണ പരപുമാൻ വിഷ്ണുരാരാധ്യതേ. ഇതാണ് വിഷ്ണു പുരാണത്തിൽ പറയുന്നത്. അപ്പോൾ നാം എന്ത് വർണ്ണാശ്രമ വ്യവസ്ഥിതിയിൽ പോയാലും അത് വിഷ്ണുവിൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നാം ചെയ്യേണ്ടത് എന്ന് പറയണം. അപ്പോൾ വിഷ്ണു പ്രീതിക്കാണ് നാം കർമ്മം ചെയ്യേണ്ടത്. മറ്റു വിധത്തിലുള്ള എന്ത് പ്രവൃത്തിയും നമുക്ക് ഭൗതിക ലോകത്തിൽ ബന്ധനം മാത്രമേ നേടിത്തരൂ. അപ്പോൾ എന്താണ് നമുക്ക് ബന്ധനം നേടിത്തരൂ എന്ന് പറയുന്നതിന് കാരണം നാം ചെയ്യുന്ന പ്രവൃത്തിയെ പ്രവൃത്തിയെന്നും പുണ്യപ്രവൃത്തിയെന്നും നമുക്ക് തിരിക്കാൻ സാധിക്കും, അല്ലേ. അപ്പോൾ നാം ആ പ്രവൃത്തിയുടെ ഫലങ്ങൾ നമുക്ക് നല്ലതും ചീത്തയും എല്ലാം സമ്മാനിക്കും. അപ്പോൾ ആ പാപത്തിനും പുണ്യത്തിനും എല്ലാം നമുക്ക് വീണ്ടും ഇവിടെ ശരീരം എടുക്കേണ്ടതായിട്ട് വരും. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. നാം ചെയ്തിരിക്കുന്ന പുണ്യപ്രവൃത്തികളെല്ലാം അവസാനിക്കുമ്പോൾ, പുണ്യപ്രവൃത്തിയുടെ ഫലങ്ങൾ അവസാനിക്കുമ്പോൾ നാം ഉന്നത ഗ്രഹങ്ങളിൽ നിന്ന് തിരിച്ച് ഈ ഭൂമിയിലേക്ക് തന്നെ വരും, അല്ലേ. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. അതുകൊണ്ട് പാപത്തിനും പുണ്യത്തിനും നാം വീണ്ടും ശരീരം എടുക്കേണ്ടി വരും. അപ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തികൾക്കൊക്കെ ഫലമുണ്ട്. ആ ഫലമാണ് നമ്മളെ ഈ ക്ഷീണേ പുണ്യ മർത്യലോകം വിശന്തി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതിൻ്റെ ഫലം എന്താണ്? പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനെ ജദരേ ശയനം. നമ്മൾ വീണ്ടും പുനരഭിജനനം, പുനരഭിമരണം. നമ്മൾ വീണ്ടും ജനിക്കും, വീണ്ടും മരിക്കും. ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് മറ്റൊരമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കും. അജം ചത്ത് ഗജമായി, ഗജം ചത്ത് നാരിയായി, നാരി ചത്ത് ഓരിയായി. പൂന്താനം തിരുമേനിയുടെ കൃതിയിൽ പറയുന്നത് പോലെ നാം ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ കറങ്ങലിന് ഇപ്പോൾ നാം ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് മറ്റൊരമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പെടുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് മനുഷ്യ
രൂപത്തിലുള്ള അമ്മയാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഏത് ജീവിയുടെയും ഗർഭപാത്രത്തിലേക്ക് നമുക്ക് മാറ്റപ്പെടാം. ഏത് ജീവിയും നമുക്ക് അമ്മയാകും അല്ലേ? അപ്പൊ അതുപോലത്തെ അവസ്ഥയിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കർമ്മഫലങ്ങൾ ഇല്ലാതാക്കിയാൽ മാത്രമേ നമ്മുടെ ഈ പുനരഭി മരണം എന്നൊരവസ്ഥയ്ക്ക് നമുക്ക് തടയിടാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നാം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നാം ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി അനുഷ്ഠിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, നാം കൃഷ്ണാവബോധത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾക്കൊന്നും നമുക്ക് പാപപ്രതികരണങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ഇനി ഇവിടെ ജനിക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കൃഷ്ണാവബോധ പ്രവർത്തനത്തെ പ്രഭുപാദ എല്ലാ ഭാവാർത്ഥത്തിലും ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ കൃഷ്ണന്റെ പ്രീതിക്കായിട്ട് അല്ലെങ്കിൽ വിഷ്ണുവിന്റെ പ്രീതിക്കായി നമ്മളുടെ കർമ്മങ്ങളെല്ലാം നമുക്ക് മാറ്റാൻ സാധിക്കണം. അപ്പോൾ കൃഷ്ണാവബോധത്തോടെ നാം അനുഷ്ഠിച്ചാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കും അല്ലേ? നാം ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഭഗവാന് നിവേദിച്ച പ്രസാദമായിട്ട് കഴിക്കുമ്പോൾ നമുക്കത് ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭഗവാന് വേണ്ടിയുള്ള യജ്ഞമാക്കി മാറ്റാൻ സാധിക്കും. നാം എന്തെങ്കിലും ആചാര അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് ഭഗവാന് വേണ്ടിയിട്ട് അനുഷ്ഠിച്ചാൽ അതിനെയും നമുക്ക് മാറ്റാൻ സാധിക്കും. ഭഗവാൻ തന്നെ 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, യത് കരോഷി യദസ്നാസി യജ്ജുഗോസി തദാസിയത് അല്ലേ? നീ എന്ത് ചെയ്താലും അതെനിക്ക് വേണ്ടിയിട്ട് ചെയ്യുക. ദാനം ചെയ്താൽ എനിക്ക് വേണ്ടി ചെയ്യുക, തപസ് ചെയ്താൽ എനിക്ക് വേണ്ടി ചെയ്യുക. നീ എന്ത് തന്നെ പ്രവൃത്തി, ആഹാരം കഴിക്കുമ്പോഴും അല്ലേ, കുളിക്കുമ്പോഴും എന്തും നിനക്ക് എനിക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയാണ്. അങ്ങനെയുള്ള പ്രവൃത്തികൾക്ക് ഒരിക്കലും നമുക്ക് കർമ്മഫലങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ പ്രഭുപാദ പറയാണ്, ഈ കൃഷ്ണാവബോധത്തിലേക്ക് വന്ന് നാം ഈ പ്രവൃത്തികളൊക്കെ, അതായത് നമ്മുടെ കർമ്മങ്ങളെ ഭഗവാന് വേണ്ടിയിട്ടുള്ള യജ്ഞമാക്കി മാറ്റാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതൊരു വിദഗ്ധനായിട്ടുള്ള ഒരു കൃഷ്ണഭക്തന്റെ സഹായത്തോടുകൂടി കൃഷ്ണഭക്തന്റെ ശിക്ഷണത്തിൽ ചെയ്താൽ നമുക്ക് കുറെ കൂടി ഫലപ്രാപ്തി നേടിത്തരുമെന്ന് പറയാണ്. അപ്പോൾ അത് കൃഷ്ണഭക്തന്റെ നിർദ്ദേശം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആത്മീയ ഗുരുനാഥനെ സ്വീകരിക്കുക, ഗുരുവിനെ സ്വീകരിച്ച് ഗുരുവിന്റെ ശിക്ഷണത്തിൽ ഗുരുവിന്റെ നിർദ്ദേശത്തിന് കീഴിൽ നാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുക. അതായത് നമ്മളുടെ ദൈനംദിന കർത്തവ്യങ്ങൾ, നമ്മുടെ ദൈനംദിന പ്രവൃത്തികൾ വിഷ്ണുവിനുള്ള യജ്ഞമായിട്ടുള്ള നമുക്ക് മാറ്റാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അതേക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് കൃഷ്ണാവബോധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടും. നമുക്ക് ഇനി ഒരു ശരീരം എടുക്കാത്ത അവസ്ഥയിലേക്ക്, നമുക്ക് മുക്തിയിലേക്ക് അത് നയിക്കാനായിട്ടും അത് സഹായിക്കും എന്ന് പറയാണ്. ഇപ്പോൾ ഇവിടെ ഏതൊരു പ്രവൃത്തിയും നാം ഇന്ദ്രിയ സുഖത്തിനല്ല, സുഖപ്രീതിക്ക് വേണ്ടിയല്ല ചെയ്യേണ്ടത്, കൃഷ്ണപ്രീതിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത് എന്ന് പറയാണ്. ഇപ്പം നാം നേരത്തെ പറഞ്ഞു അല്ലേ, ഇപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നാം ആനന്ദം അനുഭവിക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ എക്സാമ്പിൾ തന്നെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ കുഞ്ഞിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നാം നമ്മുടെ ജീവിതം റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമ്മളും ഒരു ആനന്ദം അനുഭവിക്കുന്നുണ്ട് അല്ലേ. ആ കുട്ടിയുടെ അച്ചിലും ചിരിയും കൊഞ്ചലും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആനന്ദം അനുഭവപ്പെടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ റീഅറേഞ്ച്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാനായിട്ട് സാധിക്കണം. അതിന് വേണ്ടിയിട്ട് നാം എന്ത് ചെയ്യണം? ഭഗവാനെ നാം മനസ്സിലാക്കണം. അപ്പോൾ ഭഗവാനെ മനസ്സിലാക്കാൻ നാം ആരംഭിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാനും ഭഗവാനോടുള്ള അസൂയ ഇല്ലാതാക്കാനും വളരെ എളുപ്പത്തിൽ സാധിക്കും അല്ലേ. ഇവിടെ അർജുനനെ ഭഗവാൻ വിളിക്കുന്നുണ്ട്, അനഘ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് അല്ലേ. അനഘ എന്നാൽ എന്താണ്? സർവ പാപ പ്രതികരണങ്ങളിൽ നിന്നും പാപമുക്തൻ എന്നാണ് അനഘ എന്ന പദത്തിന്റെ അർത്ഥം. പിന്നെ 4-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, നിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഭഗവത്ഗീത പറയാനായിട്ട് തിരഞ്ഞെടുത്തത് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നീ എന്നിൽ അസൂയ ഇല്ലാത്തവനാണ്. അതാണ് അർജുനന്റെ ഏറ്റവും വലിയ ഒരു ക്വാളിഫിക്കേഷൻ ഭഗവത്ഗീത കേൾക്കുവാൻ. അപ്പോൾ നമ്മളും അതുപോലെ അസൂയ ഇല്ലാത്തവരായിട്ട് മാറിയാൽ നമുക്ക് ഭഗവാന്റെ സുപ്രീമസി പെട്ടെന്ന് നമുക്ക് ബോധ്യപ്പെടും. കാരണം ഭഗവാനോടുള്ള അസൂയ കൊണ്ടാണ് നമുക്ക് ഭഗവാനെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കാത്തത്, ഭഗവാന്റെ സുപ്രീമസി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത്. അപ്പോൾ നമ്മൾ വിചാരിക്കും അല്ലേ, ഭഗവാൻ മാത്രം എന്ത് ബോസ്, എനിക്കും ബോസായിക്കൂടെ എന്ന് ചിന്തിക്കും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നാം ഭഗവത് ധാമത്തിൽ ഇരുന്നിട്ട് താഴത്തേക്ക് പതിക്കുന്നത് അല്ലേ.
പക്ഷെ ഇവിടെ എത്തിയിട്ടും നാം പാഠം പഠിച്ചില്ല. ഇവിടെ എത്തിയിട്ടും നാം വീണ്ടും ആ ബോസ് കളി തുടരാനാണ് നാം ശ്രമിക്കുന്നത്, അല്ലേ? അപ്പോൾ നാം എപ്പോഴാണോ നമുക്ക് സദാ ബോസ് ആയിട്ടിരിക്കാനാണ് താല്പര്യം, നമുക്ക് ഒരിക്കലും ദാസാവാൻ താല്പര്യമില്ല. അപ്പോൾ നാം എപ്പോഴാണോ ആ ബോസിൽ നിന്ന് ദാസിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്, അപ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ നാം എപ്പോഴും ദാസനായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി നമ്മുടെ ഉയർച്ചയ്ക്ക്. അപ്പോൾ നാം എപ്പോഴും ബോസിൽ നിന്ന് ദാസാവാനായിട്ട് ശ്രമിക്കുക. ദാസ് എന്ന് പറയുന്നത് ഭഗവാന്റെ സേവകനാണ്. അപ്പോൾ ഒരിക്കലും ഭഗവാനോട് അസൂയയോ ഒന്നും നമുക്ക് തോന്നുകയില്ല. ആ ഒരു ദാസായിരിക്കാൻ നാം എപ്പോഴും ശ്രദ്ധിച്ചാൽ. അപ്പോൾ ഭഗവാനെ മനസ്സിലാക്കിയാൽ നമുക്ക് അസൂയയില്ലാത്തവരായിട്ടും ഇരിക്കാൻ സാധിക്കും, ആഗ്രഹമില്ലാത്തവരായിട്ട് ഇരിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു കൃഷ്ണഭക്തന് ശരിക്കും കൃഷ്ണപ്രേമം എന്ന് പറയുന്നത് ഭഗവാൻ ഒരിക്കലും അനുഭവിക്കാൻ പറ്റാത്ത സംഗതിയാണ്, അല്ലേ? അതൊരു ഭക്തന് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് കൃഷ്ണപ്രേമം എന്ന് പറയുന്നത്. അത് അനുഭവിക്കുന്നത് കൃഷ്ണഭക്തർ തന്നെയാണ്. ഇപ്പോൾ കൃഷ്ണഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്, അവൻ്റെ ഏറ്റവും വലിയ രക്ഷകനും സുഹൃത്തും ഭഗവാൻ തന്നെയാണ് എന്ന്. 5-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഞാനാണ് നിന്റെ ഏറ്റവും വലിയ സുഹൃത്തും അഭ്യുതകാംക്ഷിയും. ഈ മന്ത്രം അല്ലെങ്കിൽ ഈ തത്വം മനസ്സിലാക്കിയാൽ അത് നിനക്ക് എന്നേക്കും ശാന്തി പ്രദാനം ചെയ്യുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തു വേണമെങ്കിലും തൻ്റെ ഭക്തന് വേണ്ടിയിട്ട് ഭഗവാൻ ചെയ്യും. അതാണ് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഭഗവാന്റെ ഭക്തന് നാശമില്ല എന്ന് പറയാനായിട്ട് ഭഗവാൻ അർജുനനെയാണ് ചുമതലപ്പെടുത്തുന്നത്. കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി, നീ ഉറക്കെ പ്രഖ്യാപിക്കൂ അർജുന, എൻ്റെ ഭക്തന് നാശമില്ല എന്ന്, അല്ലേ? ഭക്തൻ ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭഗവാൻ ചിലപ്പോൾ തൻ്റെ വാഗ്ദാനങ്ങളൊക്കെ കാറ്റിൽ പറത്തും. അതുകൊണ്ട് അർജുനനെ ഏൽപ്പിക്കുകയാണ് തൻ്റെ ഭക്തന് നാശമില്ല എന്ന് പറയാൻ. കാരണം ഭഗവാൻ ഒരിക്കലും ഭക്തൻ്റെ വാക്കിനെ നിരാകരിക്കില്ല. ഭക്തൻ്റെ വാക്കിന് ഒരിക്കലും ഭഗവാൻ വില കൽപ്പിക്കാതിരിക്കില്ല. ഭഗവാനെ സേവിക്കാൻ ആരംഭിക്കുമ്പോൾ, നാം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് അനാവശ്യമായിട്ടുള്ള ചിന്തകളും ആഗ്രഹങ്ങളും ഒക്കെ ഒഴിഞ്ഞു പോകും. ഇപ്പോൾ ഒരു കൃഷ്ണഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ ആഗ്രഹങ്ങളാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആഗ്രഹങ്ങളായിട്ട് അനുഭവപ്പെടുന്നത്. ആ ആഗ്രഹങ്ങൾ സഫലീകരിക്കുമ്പോഴാണ് അയാൾ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളെ വിഷ്ണുവിനുള്ള യജ്ഞങ്ങളാക്കി മാറ്റാൻ നമുക്ക് കൃഷ്ണാവബോധത്തിലാണ് സാധിക്കുക. കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിച്ച് ഒരു ആത്മീയാചാര്യൻ്റെ കീഴിൽ ആത്മീയാചാര്യൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നാം നമ്മുടെ നിത്യേനയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അത് നമുക്ക് വിഷ്ണുവിനുള്ള യജ്ഞമാക്കി മാറ്റാനായിട്ട് സാധിക്കും. അത് നമുക്ക് മുക്തിക്കുള്ള പാതയൊരുക്കും. ദൈവ സാമ്രാജ്യത്തിലേക്ക് മരണശേഷം പോകുവാൻ നമ്മളെ അത് സഹായിക്കും. അപ്പോൾ മരണസമയത്ത് ഭഗവാന്റെ സ്മരണ നമ്മിൽ ഉദിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവത് ധാമത്തിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യത കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് നാം നിത്യേന കൃഷ്ണാവബോധം പരിശീലിക്കണം, ഭഗവാന്റെ തിരുനാമജപം നിത്യേന ചെയ്യണം, ഭഗവത് സേവനത്തിൽ ഏർപ്പെടണം. എങ്കിൽ ഇങ്ങനെയൊക്കെ നാം ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് വിഷ്ണുവിനുള്ള യജ്ഞം എന്ന നിലയിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇതോടുകൂടി ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു ശ്ലോകവുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. ഹരേ കൃഷ്ണ.